രാജാ പോലെ അവന്റെ മുളകിന്റെ വലിപ്പം. ഷേപ്പ് തന്നെ നോക്കി. അതെ അതെ വളഞ്ഞും തിരിഞ്ഞും. ബോബി എന്തോ ഇതന്നെ കുത്തിയിരിക്കുന്നേ. പല സ്ഥലത്തോടെ നടന്നിട്ട് ഇതുപോലെ ഒരു വെറൈറ്റി മുളക് കണ്ടിട്ടില്ല. അപ്പോൾ ആ വെറൈറ്റി മുളക് കണ്ടപ്പം ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ വേണ്ടി ഞാനൊന്ന് ഇവിടെ ഇരുന്നു. ഇത് കൊമ്പൻ മുളകല്ലേ? കൊമ്പന്റെ രാജാവ്, മുളകിന്റെ രാജാവായത് കൊമ്പൻ മുളക്. ഇനി അധികം വളരുകയില്ല, പക്ഷെ മുളക് ചിലപ്പോൾ ഒരു 1.5 അടിയൊക്കെ നീളം ഉണ്ടാവും. അത്രയും വലുതല്ലേ? അപ്പോൾ ഇതിപ്പോ നോക്കിക്കേ, ഇതിപ്പോ ഒരു ചെറിയ ചീനിയാണേലും അതിന്റെ മുളക് നിലത്ത് മുട്ടാറായി. അതെ അതെ അതെ. ജോസേട്ടൻ പറഞ്ഞാൽ 1.5 അടി വരെ നീളുന്നാകും. കാണുന്ന പോലെയല്ല, അമ്പലം ചെറുതാണേലും പ്രതിഷ്ഠ വലുതാ. ഓ അത് ശരി ശരി. അത് ഈ ചീനി അല്ല ഈ ചെടി കണ്ടാലേ തീർത്തും ശോഷിച്ച് അല്ലേ? അപ്പൊ കാണുന്ന മാതിരി അല്ല വിളവ്. അപ്പൊ 1.5 അടി നമ്മൾ സങ്കല്പിച്ചു നോക്കി. അതെ 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 അതെ. നിലത്ത് മുട്ടും. നിലത്ത് മുട്ടും. മുളകുകളുടെ രാജാവാ. ഇതിപ്പം കൂടയ്ക്കകത്തൊക്കെ നട്ടിട്ട് താഴോട്ട് വളർത്താനേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിലത്ത് മുട്ടി കഴിഞ്ഞാൽ ചീത്തയെ പോരെ ദിവസരാ പോയല്ലേ? ഇവിടെ ആദ്യം ഉണ്ടായ തവള വെട്ടിക്കളഞ്ഞു. അപ്പൊ ഇത് കണ്ട കീടങ്ങളൊക്കെ ഇത് നശിപ്പിക്കാറുണ്ട്. എരിവ് എങ്ങനെയുണ്ട്? സാധാരണ എരിവ് കൂടുതലൊന്നുമില്ല. കൂടുതലില്ല. അപ്പൊ അവരുടെ എരിവേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ആ നീളം കൊണ്ടായി ഫേമസ് ആയത്. അതെ അതെ. വാഴയുടെ കീഴിൽ എരമ്പിലായതുകൊണ്ടാണ് അവർ ശരിക്കും വളർച്ചയില്ലാതെ പോയത്. അപ്പൊ നല്ല ബെയിലർ ഉള്ളിടത്താണെ നല്ല ശരിക്കും കായ്ക്കും. കൃഷിയിലെന്നും വ്യത്യസ്തത പുലർത്തുന്ന ഒരു കർഷകനാണ് ജോസേട്ടൻ. അപ്പൊ വ്യത്യസ്തത പുലർത്തുക എന്ന് പറഞ്ഞാൽ ജോസേട്ടന്റെ ചിന്തയിൽ എപ്പോഴും കൃഷിയേ ഉള്ളൂ. അതുള്ളൂ. അപ്പൊ കൃഷിയെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് ഉദാത്തമായ മനസ്സുള്ളതുകൊണ്ടാ ഇങ്ങനെ വെറൈറ്റി ഐറ്റങ്ങൾ ജോസേട്ടൻ ഇവിടെ നട്ടുപിടിപ്പിക്കുന്നത്. അല്ല ജോസേട്ടന് അല്ലാണ്ട് വെറുതെ ഉണ്ടായല്ലോ. അല്ല ജോസേട്ടനെ സംബന്ധിച്ച് ജോസേട്ടൻ ഒരു ബിസിനസ്സുകാരനാണ്. അപ്പം ആ ബിസിനസ്സിനിടയ്ക്കാണ് ഇതുപോലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നത്. പല ആളുകളും കൃഷി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്ന സമയമില്ല, അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ജോസേട്ടനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് 70 വയസ്സായെന്ന് തോന്നുന്നു അല്ലേ? ജോസേട്ടൻ എത്ര വയസ്സായി? 70 ഈ 70-ാം വയസ്സിലും ഇത്രയും ചുറുചുറുക്കോട് കൂടി കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ നമുക്ക് കാണാൻ സാധ്യമല്ല. എനിക്ക് പറയാനുള്ള ജോസേട്ടന്റെ ചിന്തനെ സമ്പുഷ്ടീകരിച്ചെന്നാ. അപ്പൊ ചിന്തയിൽ എപ്പോഴും നിറഞ്ഞ് ഇങ്ങനെ കൃഷിയെക്കുറിച്ചുള്ള ആ ആഗ്രഹം ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വെറൈറ്റി ഐറ്റങ്ങളെല്ലാം നട്ടുപിടിപ്പിക്കുകയും അത് പരിപാലിക്കാനും ജോസേട്ടന് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.